പരിശുദ്ധമാം അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവീറും സ്നേഹപിതാവിൻ ഭവനത്തിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവീറും കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥ. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥ. സ്നേഹപിതാവിൻ ഭവനത്തിൽ പരിശുദ്ധമാം അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവീറും തിരുനാമത്തിൽ നവമൊരു പീഠമൊരുക്കിടാൻ ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ സർവേശ്വരസ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താരാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താരാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവങ്ങൾ ഉദ്ഘോഷിപ്പു സാമോ
പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ വയ്ക്കണമേ. സ്വർഗത്തെന്നതുപോലെ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾ ഇന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ കൊടുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാകണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും പുകഴെന്നും ഞാൻ. സകലേശാം തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാൽ നാളെ പാടുവിൻ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥൻ ഗീതികൾ പാടും. ഞാനീവന്നിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുണിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുന്ന ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവരുടെ തിരുനാമം. ദൈവം നിത്യം സ്തുത്യർഹം. ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നു ശ്രീ നഗരിയവൻ കരുണാവാനിധിയവരല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ആദരവതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവൻ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതനായ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിരു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒരു ആശീർവദിക്കണമേ. ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തു പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു.
എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു. കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും. നിന്റെ പാഴ്ദിനങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തിരിയുകയില്ല. നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്നോർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും, ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്യയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തയുമായിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആര് ഇവരെ വളർത്തി? ഞാൻ ഏകാഗ്നിയായിരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നനയ്ക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയുകയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാകുകയില്ല. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ശ്ലീഹന്മാരുടെ പ്രവർത്തനത്തിനുള്ള വായന ഗുരു സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള ശ്ലീഹന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ ആരുടെയും മേൽ ആവസിച്ചിരുന്നില്ല. അവർ കർത്താവായ ഈശോയുടെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവർ അവരുടെ മേൽ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ശ്ലീഹന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെയും മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് ഈ അധികാരം എനിക്കും തരിക. പത്രോസ് അവരോട് പറഞ്ഞു, നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് നേടാമെന്ന് നീ കരുതി. നിനക്ക് ഇക്കാര്യത്തിൽ അംശമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ രുചിവല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയിൽ നിന്ന് നീ മാനസാന്തരപ്പെടുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ നിന്റെ ഹൃദയവിചാരത്തിന് മാപ്പ് ലഭിക്കും. എന്തെന്നാൽ നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ കാണുന്നു. ശിമയോൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് വന്ന് ഭവിക്കാതിരിക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുന്നു. അവർ കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അത് പ്രസംഗിച്ചുകൊണ്ടും ജെറുസലേമിലേക്ക് മടങ്ങിത്തുടങ്ങി. അവർ സമറിയക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അമ്പരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. അന്തരവിരുതല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോ അവിരതമവിടുത്തെ
ദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാവുന്ന ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം നിങ്ങളുടെ അപരാധങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ വൃതരായിരിക്കെ ഇവയിലനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അതീക്ഷനെ അനുസരിച്ച് ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് നിങ്ങൾ ഒരിക്കൽ ചരിച്ചു. ജലത്തിന്റെയും ഭാവനകളുടെയും വിഹിതങ്ങൾക്ക് വഴങ്ങി വ്യാപരിച്ചു അവരോടൊപ്പം നാം എല്ലാം ഒരിക്കൽ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ജനമോഹങ്ങളിൽ മറ്റുള്ളവരെ പോലെ സ്വാഭാവികമായ ക്രോധത്തിന്റെ മക്കളായി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്താൽ അപരാധങ്ങൾ മൂലം നമ്മൾ മരിച്ചവരായിരിക്കെ മിശിഹായുടെ കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാലാണ് നിങ്ങൾ രക്ഷിതരായത്. ഈശോ മിശിഹായുടെ ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഒപ്പമിരുത്തി. അവിടുന്ന് ഈശോ മിശിഹായി നമ്മോട് കാട്ടിയതേ അപരീയമായ കൃപാസമൃദ്ധിയിൽ വരാനിരിക്കുന്ന കാലങ്ങൾ വ്യക്തമാക്കാനാണിത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയം മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവി തൻ തോലിക പോലെ കാതരമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സുധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന്. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി
ഈശോ ഇപ്രകാരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുകയില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയുമില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഇതുവരെയും നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും ഉയർപ്പിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം തരുന്ന ദിവസങ്ങളാണ് ഉയർപ്പിന്റെ ദിവസങ്ങൾ. ഈശോയുടെ ഉത്ഥാനവും അവന്റെ ശിഷ്യന്മാർക്കുള്ള വെളിപ്പെടുത്തലും ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സുന്ദര സന്ദർഭങ്ങളുമൊക്കെ നമ്മൾ അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടം നമുക്ക് ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ദുഃഖത്തിലും വേദനയിലും ആണ്ടു നിൽക്കുമ്പോഴും ആധ്യാത്മികമായും ഈശോയുടെ സ്നേഹത്തിന്റെ ആ മാധുര്യം ആസ്വദിച്ചുകൊണ്ടും നമുക്കെല്ലാവർക്കും സന്തോഷം നുകരുവാനായിട്ട് സാധിക്കും. കാരണം ഈ ലോകത്തിന്റെ വേദനകൾക്കൊക്കെ അപ്പുറം, ഈ ലോകത്തിലെ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ അപ്പുറം ഉദിതനായ മിശിഹായുടെ സന്തോഷം ആസ്വദിക്കുവാനായാണ് അവൻ നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും അവന്റെ സ്നേഹവും സംരക്ഷണവും കൃപയുമൊക്കെ നമ്മൾ ഒന്ന് ഓർത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് അവിടുന്ന് ചൊരിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് തന്നെ, നമ്മൾ അനുദിനം ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് പോലും അവിടുത്തെ കരുണയാലാണ് എന്ന് ഓർത്ത് കഴിയുമ്പോൾ, അവിടുത്തെ സ്നേഹത്താലാണ് എന്ന് ഓർത്ത് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കുറച്ച് സമയം നിങ്ങൾ എന്നെ കാണും, വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും എന്നെ കാണും എന്നൊക്കെ ഈശോ പറയുമ്പോൾ അവന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോയോടൊപ്പമായിരിക്കുവാനുള്ള വലിയ വിളിയെ പറ്റിയാണ്. ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം നിത്യസന്തോഷവും സൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുന്ന സ്വർഗരാജ്യത്തെയാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെയുള്ള ആനന്ദം, ഇവിടെയുള്ള സന്തോഷം അവിടെയും നുകരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ അല്പസമയത്തെ ദുഃഖം, ഈ അല്പസമയത്തെ വേദന, ഈ അല്പസമയത്തെ സഹനങ്ങളൊക്കെ സ്വർഗരാജ്യം നേടുവാനുള്ള മാർഗമായി നമ്മൾ ഓരോരുത്തരും കണക്കാക്കേണ്ടതും അതിനെയൊക്കെ സ്വീകരിക്കേണ്ടതുമാണ്. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിയുമ്പോൾ അവളുടെ ആ പ്രസവ വേദന മുഴുവൻ അവൾ മറന്നു കളയുന്നു. ഉണ്ണിയെ കണ്ടു കഴിയുമ്പോൾ ആ ഉണ്ണിയുടെ സന്തോഷവും അവൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തെ ഉണരേണ്ടത്. ഈ ലോകത്തിലെ ദുഃഖങ്ങളും വേദനകൾക്കും ഒക്കെ അപ്പുറം ഒരു സന്തോഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഓരോ സഹനങ്ങളും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണെന്ന് മനസ്സിലാക്കുവാനും അവന്റെ പീഡാസഹനത്തോടും മരണത്തോടും ഒക്കെ നമ്മളെയൊക്കെ അനുരൂപപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ കൂടുതലായും അവനോട് ചേർന്ന് നിൽക്കുവാനും അവന്റെ സന്തോഷം ആസ്വദിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഈശോ ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ
നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. സ്നേഹമുള്ളവരെ, ഉദ്ധിതന്റെ സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അവനോട് ചോദിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക, അവനിൽ നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം കളിയാടുകയുള്ളൂ, സന്തോഷം നീണ്ടു നിൽക്കുകയുള്ളൂ. ആ നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുദിനമുള്ള കൂദാശകളുടെ അർപ്പണത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഒക്കെയാണ് ഈശോയുടെ സന്തോഷം നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളും ഒക്കെ സ്വീകരിക്കുവാനായി നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അതിനുള്ള അവസരങ്ങൾ കുറവാണെങ്കിലും നമുക്കൊക്കെ ആധ്യാത്മികമായിട്ട് കൂടുതലായിട്ട് ഒരുങ്ങി നിന്നുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഉണർത്തുവാനും കൂടുതൽ സമയം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും അവന്റെ സന്തോഷം ഈ ദിവസങ്ങളിൽ ആസ്വദിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പാപത്തിൻ്റെതായിട്ടുള്ള മേഖലകളെയൊക്കെ ഉപേക്ഷിക്കുവാനും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും കൂടുതൽ അവനിൽ ചേർന്ന് നിൽക്കുവാനും ഉദ്ധിതന്റെ സന്തോഷം ആസ്വദിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപാവരം നാം ഇവരോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ വിശുദ്ധ പിതാമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായുടെയും അവരുടെ ശുശ്രൂഷകരുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആരാധ്യയായിരിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാഗ്രഹത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും ഗുണങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യണേ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത് അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അർത്ഥമായ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പോഴും നൽകപ്പെടുന്നു. വിശ്വാസികളുടെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷാംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ മകൻ തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേലുണ്ടാകുവാനാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രംഗപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ധ്വജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Nos amados sabréis por María, nos amados sabréis por María. Amrita Mashiha, Padme Kira, Al-Madad Al-Qudusha, Dehan Savavane Hamsa, Kollam Neskaravane, Kandish, 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 Mariana. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ
ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ വിശുദ്ധയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാത്താവിനെയും സത്യവിശ്വാസത്തോടെയും മരിച്ച ഈ ലോകത്തിൽ മുഴുവൻ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശ്വാസ കൃപയാൽ ഈ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിന്ന് ജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ കർമ്മങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പറ്റി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാവിധത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കും. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഭൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചരരത്നാവാം ദൈവത്തിനുപരിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം
സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന് ആരാധനാനാം എല്ലാവരും സ്തുതിയും എല്ലാ നാമങ്ങളും എല്ലാ സ്തുതികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ട് ലോകദേവങ്ങളുടെ സകലത്തെയും കൈയോടെ സ്തുതിക്കുകയും മനുഷ്യവംശത്തോട് അളവത്തിൽ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ബാലകന്മാരുടേതായിരുന്നു സഹോദരനായ കൂട്ടിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരുമായ സ്വർഗീയ അങ്ങയുടെ നാമം പ്രചരിപ്പിക്കുന്നു. പരിശുദ്ധരും അത്ഭുതങ്ങളുമായ ഗോപന്മാരോടും സഭ്യന്മാരോടും ചേർന്ന് നാമനായ അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകള ഉന്നത രീതിയിലോശാന ദാവീദിൻ സുതരോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളെ മിശിഹായുടെ പ്രാർത്ഥന നൽകി കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇവരെയും അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശം. അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്നതിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാനത്തിലുള്ള കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിമുള്ള ഭക്തിമായ ആത്മാവോടും ഭക്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി ദൈവത്തിലധീനനായി ഉദ്ധരിക്കുവാനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം നടത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ കുറിച്ച് കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ ഒപ്പെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്യുന്നു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുത്തുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം
കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായി ദാസന്റെ തിരുസന്നിധിയിൽ വിളിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിക്കുവാൻ കഴിയാത്തതിന് മാത്രമേ അനുഗ്രഹമാണ് ഞങ്ങളോട് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാകുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതോടെ ഞങ്ങളെ സംരക്ഷിക്കുകയും പ്രധാന ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും ഭക്തരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി വഹിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമർപ്പണത്തിനും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണം. ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ കാരുണ്യത്തിനും കൃപാതിനും യോജിച്ചതും അങ്ങയുടെ ജനത്തോട് വലിയവരുമായി നോട്ട് വർദ്ധിക്കണം. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധമൊന്നും പ്രവർത്തിക്കരുത്. അങ്ങയുടെ കൃപയാർക്കാത്ത വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാൻ ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ പ്രാർത്ഥന കേട്ട് കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവിശുദ്ധമായ അഭിഷേകത്തിന്റെ ശരീരത്തിൽ കഴിഞ്ഞ പ്രാർത്ഥിക്കുന്നു. ഈ ഓർമ്മയാചരണമായ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കേണ്ട നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സഞ്ചാരമാക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അത് മാത്രമാണ് പിതാവായ അങ്ങയുടെ പ്രിയപ്പെട്ടനായ ശുശ്രൂഷനായ അയച്ചു ഭൂവാസികളെല്ലാം അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ ശിഖാവെന്ന് ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, മന്ത്രന്മാർ, വേദപാഠകന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ ചേർക്കും വിശുദ്ധമാവുന്നീസായുടെ സജീവവും ജീവനായകവുമായ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സിദ്ധാന്തങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നാഗരികതയെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പ്രാർത്ഥനമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ വിളിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി വിശ്വസിക്കുന്നവരുടെ പീഡാനുഭവത്തിന്റെയും വർണ്ണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും പകനവും ഭയഭക്തിയും പരിശുദ്ധവും ജീവനായ ദൈവികവുമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടി നിന്റെ ദാസരുടെ കുർബാനയോട് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരോട് ഉയർത്തുന്നതിന് പ്രത്യാശിക്കുന്നു. നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നാമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ
ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വാക്യം വിസ്മയാകുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മുമ്പിൽ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഹോദരൻ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിഭൂഷിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങൾ അടയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സഭയുടെ ശാന്തിയും സമാധാനവും പുറത്തുനിന്നും സഭയെ രാഷ്ട്രീയ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായ ഭിന്നിച്ചിട്ടുള്ളവരെ ചിതറിക്കണമേ. പിന്നെ ദൈവമായ സമാധാനപൂർവ്വം ശാന്തമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്ക് കർത്താവേ, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, അവയുമെല്ലാം ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. അങ്ങയുടെ വചനത്തിൽ അങ്ങ് നീതിയുക്തനാകുന്നു, അങ്ങയുടെ വിധികളിൽ അങ്ങ് കുറ്റമറ്റവനാകുന്നു. പാപത്തോടെയാണ് ഞാൻ പറഞ്ഞത്, ഉത്ഭവം മുതലേ ഞാൻ പാപിയാകുന്നു. അങ്ങ് സത്യത്തിൽ പ്രസാദിച്ചു, അങ്ങയുടെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി. സ്വഭാവത്തെ കളിക്കണമേ, അപ്പോൾ ഞാൻ നിർമ്മലനാകും. അങ്ങയുടെ കാലത്തിൽ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ആരാധന അവിടുത്തെ സിംഹാസനമായ പാപമോചനമായ ദൃശ്യത്തിനും സുഹൃത്തുക്ക പൂജനമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതർക്കവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിനായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ഞങ്ങളുടെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായി ഈ അപ്പം സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ത്യാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്സാപത്തോടും കൂടെ സഭയുടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുള്ള അനുസരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവിൽ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥന നിർദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നീ വിളിച്ച പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപിക്കുന്ന അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് സർവ്വശക്തനായ പിതാവ്, അവിടുത്തെ കാരുണ്യത്താൽ സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ
ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപി എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആർപ്പിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത പുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ നകറ്റണമേ. ഞങ്ങളുടെ ദേശ സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസവും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ ഇതിനെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിൽ നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൻ സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോട് കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവസങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആർപ്പിക്കുവാൻ കരുതിയവരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. കർത്താവേ ആശ്രദിക്കണമേ. സകലത്തെയും പ്രവർത്തിക്കുന്നതിന്റെ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാനും നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും എഴുതി പ്രസാദിപ്പിക്കുവാനോട് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം എന്റെ കാരുണ്യാനുഗ്രഹത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതികരമായ ചേർന്നവരോട് ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിൽ തക്കവാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ആമേൻ.
നൽകും. ആമേൻ. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം പറഞ്ഞ ചൊരിയട്ടെ. പുരുഷടയാളം വഴിയായ സംരക്ഷിതരായി മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ പുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിന്റെ പുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിൻ തിരുരക്തം നുകരുന്ന അധരം നിർമ്മലമാക്കണമേ. നിൻ തിരുരക്തം നുകരുന്ന അധരം നിർമ്മലമാക്കണമേ. നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ. നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ. ലൗകികമോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ. ലൗകികമോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി നേദിച്ച ജന്മം വെൺമുടി ചൂടട്ടെ. ശുശ്രൂഷയ്ക്കായി നേദിച്ച ജന്മം വെൺമുടി ചൂടട്ടെ. നിന്റെ പുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിർമ്മലരായി കാക്കണമേ.